നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക്കൽ റിലേഷൻഷിപ്പിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ് ആയിരിക്കുന്ന കാലഘട്ടമാണ് 2023 രണ്ടാം പകുതി. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഇന്ത്യക്കെതിരെ വ്യാപകമായ ആരോപണങ്ങൾ പല രാജ്യങ്ങളും ഉന്നയിച്ചതും ഇന്ത്യൻ ചാരസംഘടനയായിരിക്കുന്ന റോയ്ക്ക് നേരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് ശക്തമായ നീക്കങ്ങൾ കാനഡയും അമേരിക്കയുമെല്ലാം എടുത്തുവെച്ചത് ഇന്ത്യക്ക് ഒരു ചാലഞ്ചിങ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. ആ സമയത്ത് തന്നെയായിരുന്നു ഖത്തർ ഇന്ത്യയുടെ 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് ചാരപ്രവൃത്തി നടത്തിയെന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വധശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വധശിക്ഷ ഇന്ത്യക്ക് കാര്യമായ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുമെന്ന് പറയുന്ന അഭിപ്രായങ്ങൾ പോലും പല കോണുകളിൽ നിന്നും ഈ കാലയളവിൽ കേൾക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഖത്തറിലെ കോടതി ഈ 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുകയും അവരെ ജയിലിൽ അടയ്ക്കാനായുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. A big diplomatic victory for India as Qatar has commuted the death sentence of 8 former Indian Navy officers who had been languishing in jail for over a year on alleged charges of espionage. The Ministry of External Affairs has said that the sentence of the ex-naval officers has been reduced. ഈ ഒരു വാർത്ത ഇന്ത്യക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമായിട്ട് പരിഗണിക്കാൻ സാധിക്കുമ്പോൾ ഇതൊരു ഡിപ്ലോമാറ്റിക്കൽ വിന്നായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന അഭിപ്രായങ്ങളും ഇന്ന് പല കോണിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇന്ത്യ ഒരു ചാലഞ്ചിങ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ഫേസ് ചെയ്തത്? 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ഇന്ത്യ വിമോചിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്? ഇതിന് പിറകിലെ നീക്കങ്ങൾ എന്തെല്ലാമാണ്? വളരെയധികം വിശദമായിരിക്കുന്ന മോസ്റ്റ് ചാലഞ്ചിങ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ഇന്ത്യ എങ്ങനെ മറികടന്നു എന്നൊരു കാര്യത്തെപ്പറ്റി നമുക്കൊരു വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നാവികസേന ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഖത്തറിൽ പോയി അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഇവരെന്തുകൊണ്ട് ചാരപ്രവൃത്തി നടത്തിയെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്ന ഒരു സംശയം പലർക്കും ഉണ്ടായേക്കാം. ആദ്യമായിട്ടൊരു വാർത്ത കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംശയം ഉണ്ടാകും. പക്ഷേ 2022 ഈ ഒരു വാർത്ത ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വഴി നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് ഇന്ത്യയുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ ഖത്തർ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന വാർത്തയായിരുന്നു ആദ്യമായിട്ട് പുറത്തു വന്നത്. അന്ന് വന്നൊരു കാര്യമായിരുന്നു, ഇവര് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും മറ്റൊരു രാജ്യത്തിന്റെ ഇന്റലിജൻസ് ടീമുമായിട്ടും പ്രവർത്തിച്ചുകൊണ്ട് ഖത്തറിന്റെ സബ്മറൈൻ പ്രൊജക്റ്റിലെ പല ഡാറ്റയും കളക്ട് ചെയ്ത് അത് കൈമാറാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ച് ഒരു ചാരപ്രവൃത്തി ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ മാത്രമല്ല, ആ സമയത്ത് ഈ 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്തിരിക്കുന്ന ഡൊഹറ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയിലെ MD പോലും ഖത്തറിന്റെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. സോ ഇവർക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ്? എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്തു? അങ്ങനെ സംശയം പലർക്കും ഉണ്ടായേക്കാം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥരും ഖത്തറിൽ അവിടെയുള്ള ഖത്താറി നേവിക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു ഫെസിലിറ്റി സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സെന്ററിന്റെ പേരാണ് ഡഹറ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനിയുടെ ടോപ്പ് ലെവൽ അതോറിറ്റിയിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഈ 8 പേർ. ഇവരെ കൂടാതെ തന്നെ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ളത് ഖത്താറി പൗരനായിരിക്കുന്ന ഖത്തറിന്റെ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഇവരെല്ലാവരും കൂടെ ഖത്തറിന്റെ നേവിക്ക് വേണ്ട ട്രെയിനിങ്ങും അവർക്ക് വേണ്ട ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഖത്തറിന് പലപ്പോഴും ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ ആർമിക്കും നേവിക്കും കാര്യമായി ട്രെയിനിങ് ലഭ്യമാകാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് ഖത്താറി നേവിക്കും എയർഫോഴ്സിനും വേണ്ട ട്രെയിനിങ് നൽകാനായിട്ട് ഖത്തർ ഗവൺമെന്റ് ശ്രമിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല പ്രൈവറ്റ് കമ്പനീസുമായിട്ടും ഖത്തർ ഗവൺമെന്റ് പല ഡീലുകളും സൈൻ ചെയ്യാറുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു ദഹറ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടും ഡീൽ സൈൻ ചെയ്തത്. അങ്ങനെ 2022 ഇവർ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 8 പേരെയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെയും ആദ്യമായിട്ട് ഖത്തർ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തത്. ഇവരന്ന് അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യൻ ഗവൺമെന്റിന് പോലും വെരിഫൈ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഈ അറസ്റ്റ് ചെയ്ത 8 പേരെയും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു കസ്റ്റഡിയിൽ എടുക്കുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തത്. സോ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിന്റെ വിചാരണ നടക്കുകയാണ്. ഈ വിചാരണ 1 വർഷം നീണ്ടുപോകുന്നു. ഈ ഒരു കാലയളവിൽ തന്നെ ഈ കമ്പനിയുടെ MD ആയിരിക്കുന്ന ഖത്താറി പൗരനെ അവിടെ റിലീസ് ചെയ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. പക്ഷെ ആ സമയത്തും ഈ 8 നാവികസേന ഉദ്യോഗസ്ഥരെ റിലീസ് ചെയ്യുന്നില്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഒരു വിവരം പുറത്തു വരുന്നില്ല. ഒഫീഷ്യലായിട്ട് ഖത്തർ ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇതൊരു സ്റ്റേറ്റ് സീക്രട്ട് ആയിരിക്കുന്ന കേസാണെന്നും അതുകൊണ്ട് തന്നെ പബ്ലിക്കലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റും റിലീസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം നടപ്പാക്കിയിട്ടുണ്ട്. ഈ കാര്യമെല്ലാമാണ് 2022 നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ കണ്ടാൽ മതി. സോ അങ്ങനെ ഈ ഒരു 2022 അവസാനിച്ചെങ്കിലും ഇവർക്കുള്ള വിമോചനമോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമോ കൂടുതലായിട്ട് പുറത്തു വരാതിരിക്കുന്ന ആശങ്ക ജനിപ്പിക്കാൻ കാരണമായി തീർന്നിരുന്നു. അങ്ങനെ അവസാനം 2023 ഒക്ടോബർ മാസം ആയപ്പോഴേക്കും ഈ വിചാരണ കോടതിയിലോട്ട് എത്തുകയും കോടതി ഈ 8 നാവികസേന ഉദ്യോഗസ്ഥരെയും വധശിക്ഷ വിധിക്കാനുള്ള ഒരു പ്രഖ്യാപനം നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഖത്തറിന്റെ ഈ ഒരു വിധി പ്രഖ്യാപനം ഇന്ത്യക്ക് കാര്യമായ വെല്ലുവിളികളാണ് തീർത്തത്. കാരണം ഇതേ കാലയളവിലാണ് കാനഡയും അമേരിക്കയും ഇന്ത്യക്കെതിരെ ഇന്ത്യൻ റോ അവിടെയുള്ള പൗരന്മാരെ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുകയും ചെയ്തത്. അങ്ങനെ മുഴുവൻ ചാലഞ്ചിങ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഈ മുഴുവൻ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാനായിട്ട് ചില നീക്കങ്ങൾ നടപ്പാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വിധി പ്രഖ്യാപനം വന്ന ദിവസങ്ങൾക്കകം തന്നെ ഇന്ത്യൻ നേവി ചീഫ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഗവൺമെന്റ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുമെന്നും അത് പരിഹരിക്കാനായിട്ട് കാര്യമായ ശ്രമങ്ങൾ നടപ്പാക്കുമെന്നും.
ആ ശ്രമങ്ങളെ തുടർച്ചയെന്ന രീതിയിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററി കാര്യമായ ഇടപെടൽ നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിനി അറിയാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട നിയമവശങ്ങളെപ്പറ്റിയും ചില കരാറുകളെ പറ്റിയുമെല്ലാമാണ്. ഈ കരാറുകളും നിയമവശങ്ങളുമെല്ലാം ഞാൻ ഇനി പറയാൻ പോകുന്ന ഇന്ത്യ എങ്ങനെയായിരിക്കാം ഈ ഒരു 8 നാവികസേന ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തെ പറ്റിയിട്ടുള്ള കണക്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, 1968 വിയന്നയിൽ വെച്ച് നടന്ന ഒരു കൺവെൻഷനിൽ ഒരു പ്രധാനപ്പെട്ട അഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു. ഈ അഗ്രിമെന്റിനെ വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ റിലേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ഉടമ്പടി പ്രകാരം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പൗരനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യം ഈ പൗരന്റെ യഥാർത്ഥ രാജ്യം ഏതാണോ ആ രാജ്യത്തെ ഇമീഡിയറ്റ്ലി ഇൻഫോം ചെയ്യണമെന്നും, ഇൻഫോം ചെയ്യുക മാത്രമല്ലാതെ ഈ വിചാരണ നടക്കുന്ന കാലയളവെല്ലാം അവിടെയുള്ള മുഴുവൻ അപ്ഡേറ്റും കൃത്യമായിട്ട് ഈ പൗരന്റെ ഹോസ്റ്റ് കൺട്രി എത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അറിയിക്കാനും നിർബന്ധിതരാകുന്നു എന്ന കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഉടമ്പടിയിൽ 1998 ഖത്തർ ആദ്യമായിട്ട് സൈൻ ചെയ്യുന്നത്. സോ ഖത്തറും ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമായി മാറിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ പ്രോപ്പറായിട്ട് ഈ പറയുന്ന എല്ലാ നിയമവശങ്ങളെയും പാലിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമായി മാറുന്നുണ്ട്. ഇതിനുശേഷം ഖത്തർ പല രാജ്യങ്ങളുമായിട്ടും ചില പ്രധാനപ്പെട്ട ഉടമ്പടികൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയായിട്ട് പരിഗണിക്കാൻ സാധിക്കുക ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്ന 2014 നിർണായകമായിരിക്കുന്ന പ്രിസണേഴ്സ് സ്വാപ്പ് എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റ് ആണ്. അതായത് 2014 ഇന്ത്യയും ഖത്തറും ആദ്യമായിട്ട് പരസ്പരം പ്രിസണേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന ചർച്ചകൾ നടത്തിയിരുന്നു. അത് അവസാനം 2015 ഖത്തറിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഔദ്യോഗികമായിട്ടൊരു കരാർ പ്രകാരം സൈൻ ചെയ്തതും കാണാൻ സാധിക്കും. ഈ ഒരു ഉടമ്പടിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഖത്തറിന്റെ പൗരന്മാരെ ഇന്ത്യ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ ഖത്തർ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇവരെ പരസ്പരം സ്വന്തം രാജ്യത്തോട് തന്നെ അയച്ചുകൊണ്ട് അവരുടെ ബാക്കിയുള്ള വിചാരണയും ജയിൽ ശിക്ഷയെല്ലാം തന്നെ സ്വന്തം രാജ്യത്ത് നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു പ്രിസണേഴ്സ് സ്വാപ്പ് പ്രോഗ്രാമായിരുന്നു അനൗൺസ് ചെയ്തത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സഹകരണത്തിൽ വലിയ തോതിലുള്ള മാറ്റം വന്നപ്പോൾ ഈ ഉടമ്പടി അതേപടി തന്നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഖത്തറും ഇന്ത്യയും ശ്രമിച്ചതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഈ 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഈ ഉടമ്പടിയെ പറ്റിയുള്ള ഒരു കാര്യം പരാമർശിച്ചില്ല എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യമാണ്. ഖത്തറുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്ന അഗ്രിമെന്റ് പോലെ തന്നെ ഇന്ത്യ 31 മറ്റ് രാജ്യങ്ങളുമായിട്ടും സിമിലർ ആയിരിക്കുന്ന അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്ന കാര്യം ഇന്ത്യ മറ്റു പല രാജ്യങ്ങളുമായിട്ടും വളരെയധികം എഫക്റ്റീവായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് പരിഗണിക്കാൻ സാധിക്കും. കാരണം ഓൾ ഓവർ ദ വേൾഡിൽ ഏകദേശം ലോകത്തിലെ 202 രാജ്യങ്ങളിൽ 80ഓളം വരുന്ന രാജ്യങ്ങളിൽ ഇന്ത്യൻ പൗരന്മാർ വിചാരണ നേരിട്ടുകൊണ്ട് അവിടുത്തെ ജയിലിൽ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ നിർണായകമായ കാര്യമാണ് ഇന്ത്യൻ പൗരന്മാരെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാംസ് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ബന്ധം. കാരണം ഈ നയതന്ത്ര ബന്ധത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിൽ പരിഗണിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള 2021 ഒഫീഷ്യൽ ഡാറ്റ പ്രകാരമുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 15 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ട്രേഡാണ് നടത്തിയിരിക്കുന്നത്. സോ ഇന്ത്യ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4ാമത് ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടിംഗ് കൺട്രി ആയിട്ട് പരിഗണിക്കാൻ സാധിക്കും. ഇന്ത്യയിലോട്ട് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ഖത്തർ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. സോ അതിലൂടെ വലിയൊരു ലാഭം ഖത്തർ സ്വന്തമാക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇന്ത്യയുമായുള്ള ഖത്തറിന്റെ സഹകരണം മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഖത്തറിനെ സഹായിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇതൊരു നിർണായകമായ കാര്യമായിട്ട് മാറിയപ്പോൾ തന്നെയാണ് ഖത്തറിന് വേണ്ട ഡിഫൻസിലെ സഹകരണത്തിലും ഇന്ത്യ സഹായിച്ചത് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറാണ് 2008 മൻമോഹൻ സിംഗ് അവരുടെ കാലഘട്ടത്തിൽ സൈൻ ചെയ്തിരിക്കുന്ന ഇന്ത്യ ഖത്തർ ഡിഫൻസ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. 2008 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഖത്തറിലോട്ട് സന്ദർശനം നടത്തുകയും ഖത്തറിൽ വെച്ച് ഖത്തർ നേവിക്കും ഖത്തറിന്റെ കോസ്റ്റ് ഗാർഡിനും വേണ്ട ട്രെയിനിങ് നൽകാനായിട്ട് ഇന്ത്യൻ നേവി ശ്രമിക്കുന്ന കാര്യത്തെപ്പറ്റി ഔദ്യോഗികമായിരിക്കുന്ന അഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അഗ്രിമെന്റ് 5 വർഷം കൂടുമ്പോൾ പുതുക്കണമെന്ന് പറയുന്ന കാര്യം അവിടെ പരിഗണിക്കാൻ സാധിക്കും. സോ 2008 സൈൻ ചെയ്തു. 2018 അവസാനമായിട്ട് ഇത് റിന്യൂ ചെയ്തത്. 2023 ഇത് വീണ്ടും റിന്യൂ ചെയ്യണം. സോ ഈ ഒരു കാര്യമെല്ലാമാണ് ഈ ഒരു അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് പരിഗണിക്കാൻ സാധിക്കുക. അടുത്തായിട്ട് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കണക്കാണ്. അതായത് 2022 ഒരു നിർണായകമായ ഡാറ്റ പുറത്തു വന്നിരുന്നു. ഈ ഡാറ്റ പ്രകാരം ഖത്തറാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷ 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ നടപ്പാക്കിയെന്ന് പറയുന്ന കാര്യം കൃത്യമായി സൂചിപ്പിക്കുന്നത്. അതായത് ഖത്തറിൽ ഈ ഒരു കാലയളവിൽ 21 ആൾക്കാർക്കാണ് വധശിക്ഷ പ്രഖ്യാപിച്ചത്. ഈ 21 ആൾക്കാരിൽ 18 പേരും വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരാണ്. സോ ഖത്തർ ഈ ഒരു വിയന്ന കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ച ആ ഒരു കാര്യത്തെ പാലിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പല രാജ്യങ്ങളും പല NGOസും വിദഗ്ധരും ഉന്നയിച്ച അഭിപ്രായങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല അന്ന് ഈ 17 വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ ഉൾപ്പെട്ടതിൽ 7 ഇന്ത്യൻ പൗരന്മാരുമുണ്ട്. സോ ഇന്ത്യക്കോ ബാക്കിയുള്ള രാജ്യങ്ങൾക്കോ പ്രോപ്പറായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ഇവർ ഇത്തരം വധശിക്ഷ വിധേയമാക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യം പ്രഖ്യാപിക്കുമ്പോൾ പോലും ഖത്തർ നടപ്പാക്കുന്നില്ല എന്ന് പറയുന്ന ആരോപണം ഇവിടെ ശക്തമായി മാറിയത് കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിരിക്കും. ഇനിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഇന്ത്യയെ സഹായിച്ചിരിക്കാമെന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി പ്രഖ്യാപനത്തിനെ സ്വാധീനിച്ചിരിക്കാവുന്ന ചില ഘടകങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്.
ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഡിഫൻസ് കോഓപ്പറേഷൻ എന്ന് പറയാം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫൻസിലെ സഹകരണം, അതായത് പ്രതിരോധ മേഖലയിലെ സഹകരണം ഈ രാജ്യങ്ങളുടെ മറ്റു പല മേഖലയിലെ സഹകരണത്തിനും ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയേക്കാം. സോ അങ്ങനെ ഇരിക്കുന്ന ഇന്ത്യ ഖത്തർ ഡിഫൻസ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ 10 വർഷങ്ങളിൽ മാറിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അതിൽ 2007 സൈൻ ചെയ്തിരിക്കുന്ന അഗ്രിമെന്റിന് ശേഷം ഇത് കൂടുതൽ ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്തിരുന്നു കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഖത്തറിലോട്ട് പോയി ഇന്ത്യൻ നേവി ഖത്തർ നേവിക്ക് ട്രെയിനിങ് നൽകുന്നതും ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരെ ഖത്തറിന്റെ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകുന്നതുമെല്ലാം ഇതിൽ ചില പ്രധാനപ്പെട്ട കാര്യമായിട്ട് അടിവരയിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല ഖത്തറിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഡിം ഡെക്സ് എന്ന് പറയുന്ന ഡിഫൻസ് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിൽ ഇന്ത്യ നിർണായകമായ ഒരു സാന്നിധ്യമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് മാറിയിട്ടുണ്ട്. സോ ഖത്തറിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിഫൻസ് പാർട്ട്ണറിലൊന്നായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സൂചനയാണ് ഇതിൽ കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിന് ഇന്ത്യയുമായുള്ള ഡിഫൻസിലെ സഹകരണം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, 2018 അവസാനമായിട്ട് ഈ ഒരു കോഓപ്പറേഷന്റെ അഗ്രിമെന്റ് റിന്യൂ ചെയ്തത്. സോ 2023 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ ഒരു അഗ്രിമെന്റ് റിന്യൂ ചെയ്യണം. ആ സമയത്താണ് ഖത്തർ ഈ ഒരു മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചത്. സോ ഇന്ത്യ ആ ഒരു ഡിഫൻസ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം ഒരു ലെവറേജായി യൂസ് ചെയ്തുകൊണ്ട് ഖത്തറുമായി സംസാരിച്ച് ഈ ഒരു വിധി പ്രഖ്യാപനം മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കാമെന്നുള്ള അഭിപ്രായങ്ങളും ഇന്ന് ശക്തമായി മാറുന്നുണ്ട്. കാരണം ഈ ഒരു ഡീൽ സൈൻ ചെയ്തിട്ടില്ല, റിന്യൂ ചെയ്തിട്ടില്ല. സോ ഖത്തറിന് നിർണായകമായ കാര്യമാണ്. സോ അങ്ങനെയുള്ള ഒരു ഡിഫൻസ് കോഓപ്പറേഷന്റെ കാര്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഇന്ത്യ നടത്തിയിരിക്കാമെന്ന് പറയുന്ന അഭിപ്രായങ്ങളും ഇന്ന് കേൾക്കാൻ സാധിക്കും. മാത്രമല്ല രണ്ടാമതായിട്ട് കടന്നു വരുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക്കൽ അപ്രോച്ച് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കി മാറ്റി എന്ന് പറയുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിരിക്കാവുന്ന കാര്യമാണ് ചെങ്കടൽ എന്ന് പറയുന്ന റെഡ് സീയിലെ ആ ഒരു ഏരിയയിൽ വ്യാപകമായ പ്രശ്നം നടക്കുന്നു എന്ന് പറയാം. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിലെ പ്രസൻസ് കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ടും ഖത്തറിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ സാന്നിധ്യം. സോ ഇന്ത്യയെ അവിടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ടും ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പോലും ഇന്ത്യ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലായതുകൊണ്ടായിരിക്കാം ഖത്തർ ഈ ഒരു വിഷയത്തിൽ ഇളവ് നൽകിയിരിക്കുന്ന അഭിപ്രായങ്ങളും വിദഗ്ധരുടെ ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം ഖത്തറിന്റെ കോടതി പ്രഖ്യാപിച്ച വിധിയെ പോലും സ്വാധീനിക്കാനായിട്ട് എങ്ങനെ അവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുമെന്ന്. നമ്മുടെ ഇന്ത്യ പോലുള്ള ഖത്തർ ഒരു രാജഭരണം തുടരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ ഭരണഘടന പ്രകാരം പോലും അവിടുത്തെ കോടതി വിധി ഒരുപക്ഷെ വധശിക്ഷയായിട്ട് പോലും വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വധശിക്ഷ വിധിച്ച ആ ഒരു പ്രതികളെ വെറുതെ വിടാനുള്ള അധികാരം പോലും ഖത്താറി എമീറിനുണ്ട്. സോ ആ ഒരു അധികാരം തന്നെയാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായകമായ കാര്യമായിട്ട് മാറിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ രണ്ടാമതായിട്ട് കടന്നു വരുന്ന പോസിബിലിറ്റിയാണ് ഇന്ത്യ ഖത്തറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എവിഡൻസ് എന്ന് പറയുന്ന കാര്യം. കാരണം ഈ ഒരു 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയും ചാരപ്രവൃത്തി ആരോപിച്ചിട്ടാണ് ഖത്തർ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെയുള്ള തെളിവുകൾ എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഖത്തർ ഒരു സെൻസിറ്റീവായ കേസ് ആയതുകൊണ്ട് അത് കൈമാറാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞൊരു കാര്യമായിട്ടും ദി ഹിന്ദു എന്ന് പറയുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ തെളിവുകളെ പറ്റി ഇന്ത്യ കൃത്യമായി പഠിക്കുകയും ഇതിൻ്റെ കോടതി വിധി വന്ന ശേഷം 2023 നവംബർ 9 തന്നെ അപ്പീൽ നൽകിയതും കാണാൻ സാധിക്കും. സോ ഒരു അപ്പീലിൽ തന്നെ കൃത്യമായിട്ട് ഇന്ത്യ ഈ ഒരു വിധിയിലുള്ള ലൂപ്പ് ഹോൾസിനെ പറ്റി സൂചിപ്പിച്ചതായിട്ടും ഇപ്പോൾ വരുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക്കൽ ആൻഡ് ലീഗൽ മൂവ് ഇന്ത്യ എടുത്തു വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കൊരു വിജയകരമായ കാര്യമായിട്ട് ഇത് മാറിയെന്ന് പറയുന്ന അഭിപ്രായങ്ങളും ഇന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഒരു ചാരപ്രവൃത്തിക്ക് ആസ്പദമായ കാര്യമെന്ന് പറയാം. അതായത് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഒഫീഷ്യൽ അല്ലാത്ത കാര്യമാണെങ്കിലും ഇത് ഏകദേശം എല്ലാ വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഖത്തർ ഒരു സബ്മറൈൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇറ്റാലിയിലെ ഒരു കമ്പനിയുമായിട്ട് ചില ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നും ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഈ സബ്മറൈൻ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് അത് കളക്ട് ചെയ്തിട്ട് ഇസ്രായേലിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുൻ നാവികസേന ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന് പറയുന്ന ആരോപണമാണ് ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ആരോപണം, അതായത് ഈ ഒരു സബ്മറൈൻ ഡീൽ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്ന ആരോപണമാണ് ഈ ഒരു കേസിന്റെ അടിസ്ഥാനമായ കാരണമായിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു സബ്മറൈൻ ഡീൽ നടപ്പായിട്ടില്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇറ്റാലി കമ്പനി ഖത്തറുമായിട്ട് ഒരു ലീഗലായിരിക്കുന്ന കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്തില്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ടും ഇന്ത്യ വാദിച്ചിരിക്കാവുന്ന കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു മുഴുവൻ കേസും നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇന്ത്യയുടെ ഗ്രോവിംഗ് ഡിപ്ലോമാറ്റിക്കൽ പ്രസൻസ് ആണ്. ലോകത്തിന്റെ പല കോണുകളിലും ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക്കൽ പ്രസൻസ് ശക്തമായി മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിട്ടും ഇതിനെ പരിഗണിക്കാൻ സാധിക്കും. മാത്രമല്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, ജിയോ പൊളിറ്റിക്സിലുള്ള സാന്നിധ്യം, ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഇന്ത്യ നിർണ്ണയിക്കുന്ന റോള്, ഈ കാര്യമെല്ലാം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഖത്തർ പോലത്തെ രാജ്യം ഒരു 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് അവരെ വധശിക്ഷ വിധിച്ചു എന്ന് പറയുന്ന കാര്യം ഇന്ത്യക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്ന കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രസക്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക്കൽ നീക്കങ്ങൾ. ഇത് ഖത്തർ എന്നല്ല, ലോകത്തിലെ ഏതൊരു രാജ്യമാണെങ്കിലും ഇന്ത്യ ഇതേപോലത്തെ ഒരു കൃത്യമായ നീക്കമായിരിക്കും മുന്നോട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് ഇനി ഡിപ്ലോമസി എന്ന് പറയുന്ന കാര്യം ഇവിടെ ഒരു അൾട്ടിമേറ്റ് നീക്കമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോൾ പലരും വിളിച്ചു പറഞ്ഞൊരു കാര്യമായിരുന്നു ഇന്ത്യൻ നേവി ഉപയോഗിച്ചുകൊണ്ട് ഖത്തറിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് അവരെ റിലീസ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ കാര്യം. ഇതൊരു ഹൈപ്പോത്തറ്റിക്കലായ ഇമേജിനേഷൻ ആയിട്ട് പലരും പറഞ്ഞെങ്കിലും ഇവിടെ ഡിപ്ലോമസിയാണ്
ഒരു യുദ്ധത്തെക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്ന് ഈ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു വിഷയമായിട്ടും ഇത് മാറിയിട്ടുണ്ട്. ഇന്ത്യ നടപ്പാക്കിയ ഡിപ്ലോമാറ്റിക്കൽ നീക്കം അത് മാതൃകാപരമായതും ലോകത്തിലെ പല രാജ്യങ്ങളും എടുക്കേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം ഡിപ്ലോമാറ്റിക്കൽ നീക്കങ്ങൾ ഭാവിയിലും പല മേഖലയിൽ ഇന്ത്യക്ക് ഉപകരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നിർണായകമായ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഈ മുൻ നാവികസേന ഉദ്യോഗസ്ഥർ ഇപ്പോൾ കോടതി അവരെ വധശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്തെങ്കിലും ആ ലോവർ കോടതി പറഞ്ഞിരിക്കുന്ന വിധിയെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് അംഗീകരിക്കാൻ അത്യാവശ്യമായ കാര്യമാണ്. എന്നാലാണ് ഈ കേസ് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ മാറുകയുള്ളൂ. അതേസമയത്ത് തന്നെ ഇവരെ വിമോചിപ്പിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമായ കടമയാണ്. കാരണം വധശിക്ഷ മാത്രമേ ഇളവ് ചെയ്തിട്ടുള്ളൂ. അവരിപ്പോഴും ജയിലിൽ കഴിയേണ്ടത് കോടതി വിധി പ്രകാരം കാണുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിലും ഇന്ത്യ കൃത്യമായ നീക്കം നടപ്പാക്കിക്കൊണ്ട് അതിലും ഒരു പോസിറ്റീവായ വിജയം നേടട്ടെ നമുക്ക് ആഗ്രഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു ഓവറോൾ കേസിനെ പറ്റിയും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.